ഗൈസ്, നാളെ വിഷു അല്ലേ, അപ്പോൾ ഒരു കുമ്പിളുണ്ടാക്കാനായിട്ടുള്ള ഭക്ഷണയില, കുമ്പിളില പറിക്കാനായിട്ട് ഞങ്ങളുടെ പരിസരത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുറച്ചങ്ങോട്ട് മാറിയ ഒരു വീട്ടിൽ ഈ ഭക്ഷണയില ഉണ്ടെന്ന് പറഞ്ഞു. അത് പറിക്കാനായിട്ട് വന്ന് നിൽക്കുവാണ്. അപ്പം ഞാൻ കുറച്ച് ഇലയൊക്കെ പറിച്ച് നാളെ ഒരു കുമ്പിൾ ഉണ്ടാക്കുന്നതായിരിക്കും. ചക്കയൊക്കെ ഞങ്ങൾ നേരത്തെ വരട്ടി വെച്ചിരുന്നു. അപ്പം ഇന്ന് ഇതിനകത്തുണ്ടാക്കിയ നല്ല സ്മെല്ലാണ്. കണ്ടോ, ഇതാണ് ഭക്ഷണയില എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു സ്വാദ് ഭയങ്കരമാണ്. നമ്മൾ വാഴയിലൊന്നും ഉണ്ടാക്കി അത് കിട്ടത്തില്ല. ഈ ഇല തന്നെ വേണം, എങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം എല്ലാവരും കണ്ടല്ലോ, ഇതാണ് ഭക്ഷണയില. ഇനി ഇത് കുമ്പിളുണ്ടാക്കുന്നതും കൂടി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്, അതും കുറച്ച് അരിപ്പൊടിയും കൂടെ, നല്ല തരി ഉള്ള അരിപ്പൊടിയാണ്, പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഞാൻ കുറച്ച് നെയ്യിട്ടു, ഏലക്ക, ജീരകം ഇതും കൂടെ ഇട്ടിട്ടാണ് കുഴച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇപ്പൊ കുമ്പിൾ ഉണ്ടാക്കാനായിട്ട് ആ കുമ്പിളിലയിലേക്ക് വെക്കുവാണ്. വിഷുക്കുമ്പിൾ, നാളത്തേക്കിനുള്ള വിഷുവിനുള്ള കുമ്പിളാണിത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോ ഇലയിലും എടുത്തിട്ട് ഇത് കൂട്ടി നമ്മൾ ഉണ്ടാക്കണം. ഇതിലൊന്ന് തിളപ്പിച്ച് വെക്കണം, ഇങ്ങനെ ഒന്ന് കുത്തി വെക്കണേ. ഇതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കുമ്പിൾ ഉണ്ടാക്കുമ്പോൾ ഈ ഇല തന്നെ നിങ്ങൾ എടുക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ കുമ്പിളൊക്കെ ഒന്ന് ആവി കയറി വന്നിരിക്കുകയാണ്. ചക്ക കുമ്പിളാണ്, നല്ല ചൂടാണ്. വാവ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ കുമ്പിളിന്റെ അവസ്ഥ. കണ്ടോ, ഇത് നല്ല ഇത് കണ്ടോ. ഹായ്, അടിപൊളി സോഫ്റ്റ് ആണ്. അടിപൊളിയാണ്, സൂപ്പർ കുമ്പിളാണ്. അപ്പൊ വിഷുവിന്റെ കുമ്പിൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുമ്പിളൊക്കെ ഉണ്ടാക്കി കഴിക്കണം. ഓക്കെ, ബൈ.